ഇസ്രായേലിൻ്റെ മുമ്പിൽ ആദ്യത്തെ 2 ഓപ്ഷൻ അവർ ഗ്യാരണ്ടിയാണ്, അവരത് ചെയ്തിരിക്കും. കാരണം മുൻ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ മാവിയ മർമര ഫ്ലോട്ടിലേക്കെതിരെയും അതിൽ ഇതിന് തൊട്ട് മുമ്പ് നടന്ന ഫ്ലോട്ടിലേക്കെതിരെയും ഇസ്രായേൽ എന്താണ് ചെയ്തത് നമ്മുടെ മുമ്പിലുണ്ട്. അത് അവരുടെ ബിഹേവിയറാണ്. ആ ബിഹേവിയർ വെച്ച് അത് രണ്ടും ചെയ്യാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ അവരെ കൊല്ലുക, ഈ ആക്ടിവിസ്റ്റുകളും ലോയേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ മുഴുവൻ കൊല്ലുക, അല്ലെങ്കിൽ അവരെ ഡിറ്റെയിൻ ചെയ്യുക എന്നുള്ളത് എന്തായാലും ഇസ്രായേൽ ചെയ്യുന്ന ഉറപ്പാണ്. പക്ഷേ അവർ മിണ്ടാതിരിക്കും, ഈ ഫ്ലോട്ടിൽ അങ്ങോട്ട് വരാൻ അനുവദിക്കും എന്നൊരു സാധ്യത കൂടിയുണ്ട്. ആ സാധ്യത ഞാൻ പറയാൻ കാരണം ഡിപ്ലോമാറ്റിക്കലി ഇപ്പോൾ ഇസ്രായേൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് ഇപ്പോൾ നടത്തുന്ന ഏതൊരു ശ്രമവും അവർക്ക് സെറ്റ് ബാക്ക് ആവുമെന്നുള്ള ഭീതിയിൽ ഒരുപക്ഷെ പൊക്കോട്ടെ എന്നവർ തീരുമാനിച്ചേക്കാം. അങ്ങനെ തീരുമാനിച്ചാൽ അതേക്കുറിച്ച് ഈ ഫ്രീഡം ഫ്ലോട്ടിലെ ആളുകൾ പറയുന്ന ഒരു കാര്യം, ഞങ്ങളിത് ചെയ്യുന്നത് ഒരു താൽക്കാലികമായി ഒരു 50 ഷിപ്പിൽ കൊണ്ടുപോയി അവർക്ക് സഹായം കൊടുക്കുക എന്ന് മാത്രമല്ല, ഇസ്രായേൽ വഴിയല്ലാതെ ഒരു ഹ്യൂമാനിറ്റേറിയൻ കോറിഡോർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കാരണം ഈ യുദ്ധം ഉടനെ എങ്ങാനും അവസാനിക്കുമെന്നോ ഒന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല, ഈ ആക്ടിവിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നില്ല. ഭാവിയിലും ഇസ്രായേൽ ഈ ആക്രമണം തുടരുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവർക്ക് സഹായം എത്തിക്കാൻ ആവശ്യമായൊരു മാനുഷിക ഇടനാഴി കടലിലൂടെ സൃഷ്ടിക്കുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഇസ്രായേൽ അതിന് സമ്മതിക്കുമോ? ഈ 3 ഓപ്ഷനും ഇസ്രായേലിന് സ്വീകാര്യമാവില്ല. ഈ അവസാനത്തെ ഓപ്ഷൻ ഒട്ടും സ്വീകാര്യമാവില്ല എന്നാണ് തോന്നുന്നത്. ഇസ്രായേലിൽ ഒരു കടുംകൈ ചെയ്താൽ, അവരെ ആക്രമിക്കാനോ അവരെ ഇൻ്റർസെപ്റ്റ് ചെയ്യാനോ അവരെ ഡിറ്റെയിൻ ചെയ്യാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ മുമ്പത്തെ ഫ്ലോട്ടുകളുടെ അനുഭവം ആയിരിക്കില്ല ഇസ്രായേലിന് നേരിടേണ്ടി വരും. ഇസ്രായേലിന് വലിയ തോതിലുള്ള സെറ്റ് ബാക്ക് ലോകരാജ്യങ്ങളുണ്ടാവും. ഒരുപക്ഷെ ഈ ഇസ്രായേൽ ഗസ വാറിൽ ഒരു ഗെയിം ചേഞ്ചർ ആവാൻ പോലും ഈ സ്മൂത്ത് ഫ്ലോട്ടിലയോട് ഇസ്രായേലിൻ്റെ പ്രതികരണം കാരണമാവാൻ സാധ്യതയുണ്ട്.